ആമേൻ. ആമേൻ. അപ്പൊ ഇന്നും ഈ നിമിഷവും എന്റെ യേശു സംസാരിക്കും. പലരും ഈ കൂടുതൽ ഇരുന്നവരുടെ ഭവനത്തിലൊക്കെ പ്രാർത്ഥനയ്ക്ക് അവരുടെ കൂടെ സംസാരിച്ച് വീണ്ടും സംസാരിക്കും. വീണ്ടും നിങ്ങൾ കൊതിയോടുകൂടി കർത്താവ് സന്നിധിയിൽ വരികയാണെങ്കിൽ കർത്താവ് എത്രമാത്രം തരുന്നു. പക്ഷെ അത് ഏറ്റെടുക്കും വേണ്ടത്. സന്തോഷമുണ്ടെന്ന് സ്തുതിക്കാമോ? ഒരിക്കൽ കൂടെ സ്തുതിക്കാമോ? ഉച്ചത്തിലൊന്ന് സ്തുതിക്കാമോ? യെസ്. എൻ്റെ പേര് വാൾട്ടോ എന്നാണ്. എല്ലാവരും വിളിക്കുന്നത്. പൂർണ്ണമായിട്ട് പേര് ആന്റണി വാൾട്ടോ എന്നാണ്. ഞാൻ ജനിച്ചത് മലേഷ്യയിലാണ്. കാരണം എൻ്റെ അച്ഛനമ്മയുടെ കല്യാണം മലേഷ്യ വെച്ചായിരുന്നു. ഞങ്ങൾ 6 മക്കളുണ്ട്. അതിൻ്റെ ഏറ്റവും മൂത്തത് ഞാനാണ്. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ഞങ്ങൾ കടന്നു വന്നത്. RC. എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ മിസ്സിൻ്റെ കുടുംബത്തിൽ നിന്ന് മിസ്സസ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. മൂത്തത് പെൺകുഞ്ഞും, രണ്ടാമത്തെ ഞങ്ങൾ 4 പേരും വിശ്വാസം. 2 കുടുംബമായിട്ട് ദുബായിൽ താമസിക്കുന്നുണ്ട്. അവിടെ സെറ്റിൽഡാണ്. ഞാനും എൻ്റെ വൈഫും അവിടെ ദുബായിൽ സെറ്റിൽഡാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാവകാശം എൻ്റെ സ്വർഗത്തിൻ്റെ ഒരുക്കിയത്. ഇവിടെ ലണ്ടനിൽ വെച്ച് ഒരു ഗോൾഡ് കോൺഫറൻസ് നടത്തുന്നുണ്ട് ക്രിസ്ത്യൻ്റെ. അതൊരു UK-കാരൊക്കെ നടത്തുന്ന ഒരു മീറ്റിംഗാണ്. അതിൽ ഒരു ഇൻവിറ്റേഷൻ അങ്ങനെ കടന്നു വരാനുള്ള സാവകാശം ഞാൻ നടത്തി. അതും നിങ്ങൾക്ക് അറിയാവുന്നതാണ്. UK വിസ എന്ന് പറയുന്ന പറയുമ്പോൾ നടപടിയാണ്. അവർ ഇൻവിറ്റേഷൻ അയച്ചപ്പോൾ പ്രത്യേകിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അസറ്റ് കാണിക്കണം, പാസ് എന്നുള്ള തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കാണിക്കണം, സഭ ഉണ്ടെങ്കിൽ സഭയുടെ ലെറ്റർ വേണം, പിന്നെ കുറച്ച് ബാലൻസ് ഒക്കെ വേണം. ഇതെല്ലാം പെർഫെക്റ്റായിട്ട് കൊടുക്കണം. നല്ല വിസ കിട്ടണം. വിസ ആയിട്ടാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഭൂമിയില്ല, അസറ്റുമില്ല, ഒന്നുമില്ല. എന്നാൽ ആ ഒരു ഭാഗം വന്നു തീർന്നപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഡീറ്റെയിൽ ഞാൻ ലെറ്ററിൽ എഴുതിയപ്പോൾ എൻ്റെ അസറ്റ് എന്ന് പറയുന്നത് എൻ്റെ വൈഫും പിള്ളേരും 4 മക്കളുമാണ്. എന്നിട്ട് കഴിഞ്ഞ ആ ഒരു മീറ്റിംഗ് ഉഗണ്ടയിൽ ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ ഈ 1-ാം തീയതി വന്നത് ആ മീറ്റിങ്ങിൻ്റെ ഒരു നോട്ടീസും കൂടെ അതിൽ വെച്ച് അറ്റാച്ച് ചെയ്തു. അതായത് പോയാൽ ഞാൻ തിരിച്ചു വരും. ആ ഒരു അവസ്ഥയിലായിരിക്കണം അവർ ഇമ്മീഡിയറ്റ്ലി എമർജൻസി ആവശ്യത്തിലാണ് വിസ അപ്ലൈ ചെയ്തു. വിതിൻ 3 days എനിക്ക് വിസ കിട്ടുവാൻ സാവകാശം. അങ്ങനെ കടന്നു വരാൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള സാഹചര്യം വരുന്നു. പക്ഷെ കടന്നു വരുന്ന സമയത്തും ടിക്കറ്റ് പ്രശ്നമാണ്. ഒരു ഫ്ലൈറ്റ് ഞങ്ങൾ എമറേറ്റ്സ് ഫ്ലൈറ്റ് വരാൻ കഴിയും. ഫ്ലൈറ്റ് ഒന്നും റെഡിയാവും. അത് കാരണം 2-3 ദിവസം മുമ്പ് കടന്നു വരാമെന്നുള്ള കണക്കൂട്ടും കടന്നു വന്നപ്പോൾ എൻ്റെ അവസാനം ഉണ്ടാവും നിർബന്ധപൂർവ്വം ഇവിടെ അങ്കിളുണ്ട്, നിർബന്ധമല്ല അവിടെ പോകും. അങ്ങനെയാണ് ഞങ്ങൾ വരാനുള്ള സാവകാശം. ഇതൊക്കെ മാനുഷികമാണെങ്കിലും ദൈവത്തിന് കർത്താവ് എനിക്ക് തന്ന ഒരു താലന്ത് അത് സൗജന്യമായിട്ട് തന്നതുകൊണ്ട് അത് ഉപയോഗിക്കാനുള്ള സാവകാശം കർത്താവ് ഒരുക്കിയത് കൊണ്ട് ഞാൻ പലയിടത്തും പോകുമ്പോൾ അത് യൂസ് ചെയ്യാറുണ്ട്. കഴിഞ്ഞ വിശ്വാസത്തിൽ വന്നിട്ട് ഓൾമോസ്റ്റ് ഒരു 23 years ആയി. കഴിഞ്ഞ ഒരു 13-14 years കൊണ്ട് ശുശ്രൂഷയുടെ മേഖലയിലിരിക്കുന്നു. ഇപ്പോഴും കഴിഞ്ഞ സെപ്റ്റംബർ മുതലാണ് ഇന്റർനാഷണൽ ലെവലിലുള്ള കർത്താവ് പണികൾ ഒരുക്കി അങ്ങോട്ടൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശുശ്രൂഷ ഞാൻ വിചാരിച്ചത് വെറും പ്രവചനം മാത്രമേ. ഓഫ്കോഴ്സ് പ്രവചനത്തിലൂടെ വെളിപ്പാടിലൂടെ ശുശ്രൂഷിക്കാൻ സാവകാശം ഉണ്ടായിരുന്നു. ഭൂതത്തിനെ പുറത്താക്കുന്ന ഒരു ശുശ്രൂഷ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ മിസ്സസ് കണ്ടിട്ടുണ്ട്. മിസ്സസ് സ്ഥാനപ്പെടുത്ത PMC ചർച്ചാണ്. ഞാൻ സ്ഥാനപ്പെടുത്ത ചർച്ചകളാണ്. അപ്പോൾ അവിടെ ആ PMC ചർച്ച എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ കൃപാവരങ്ങളുള്ള പാസ്റ്റേഴ്സാണ്. അവിടെ ഉപവാസ പ്രാർത്ഥന നടത്തുമ്പോൾ ഭൂതങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ട് പരിചയമാണ്. എന്നാൽ ഞാനും നിങ്ങൾ കേട്ട് കാണുമെന്ന് എനിക്കറിയാം. എൻ്റെ ഒരു കസിൻ ബ്രദർ ഒരു മർസലിൻ ജയമറൈസ് അച്ഛനുണ്ട് വിശ്വാസത്തിൽ. അത് ഞങ്ങളുടെ വിശ്വാസം കണ്ടിട്ട് ഞങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിക്കണം കണ്ടിട്ട് ആ പ്രാർത്ഥനയുടെ രീതി മനസ്സിലാക്കിയിട്ടാണ് വിശ്വാസത്തിൽ കടന്നു വരാൻ സാവകാശം. അത് വന്നതിന് ഈ പെന്തക്കോസ്ത് ലോകത്തിൽ നിന്ന് ഞങ്ങളെ മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് എൻ്റെ പേരൻസ് പറഞ്ഞു വിട്ടത്. പക്ഷെ അവിടെ വന്നപ്പോൾ എറണാകുളത്ത് വന്നപ്പോൾ ഞങ്ങളുടെ അവിടെ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കിയപ്പോൾ അതിരാവിലെ 5:30 മണിക്ക് ഞാനും മക്കളും എല്ലാം കൂടെ ഒരു റൂമിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. രാവിലെ എണീറ്റ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സൗണ്ട് കേട്ടിട്ട് അടുത്ത മുറിയിൽ കിടന്ന അച്ഛൻ അതൊക്കെ എണീറ്റ് വന്നിട്ട് ഇങ്ങനെ ശ്രദ്ധയോട് കേട്ടത് എന്താ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പല വിഷയങ്ങൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ ഈ പറഞ്ഞ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു.
ഞങ്ങൾ പക്ഷേ ഈ അച്ഛനെ കാണുന്നില്ല. അപ്പോഴാണ് അച്ഛൻ ഉടനെ കഥകളിൽ അവിടെ വന്ന് സൗണ്ട് കേട്ടപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അച്ഛൻ ഫാദർ വന്ന് ഇരിക്കുന്നു നോക്കി. പ്രാർത്ഥനയൊന്നും ചെയ്തില്ല, പക്ഷെ അവിടെ വന്നിരിക്കുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ പ്രാർത്ഥന കൊള്ളാം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്, എന്തിനാണ്? അച്ഛൻ മാത്രമല്ല, ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് എല്ലാവരെയും നമ്മൾ പ്രാർത്ഥിക്കുന്നു. അന്ന് മുതൽ ഞങ്ങളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്ന അച്ഛൻ ഇതിൽ വരണമെന്നാണ് കാര്യം. ഇതിലെന്ത് സത്യമുണ്ടെന്ന് ചോദിക്കാൻ പറ്റും. അങ്ങനെ സംസാരിച്ച കൂട്ടത്തിലാണ് ആ അച്ഛൻ വന്ന് 40 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് അച്ഛൻ 40 ദിവസം വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ വിശ്വാസത്തിൽ വന്ന് ഇപ്പോൾ വീണ്ടും USA-യിലൂടെയാണ്. ഏതായാലും ഇങ്ങനെ സാവകാശം എൻ്റെ കർത്താവ് ഒരിക്കലും ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. അങ്ങനെ ഈ അച്ഛനുമായിട്ട് പല ചർച്ചകളിലും പോകുന്ന സമയത്ത് അച്ഛൻ നിർബന്ധം പോലെ എന്നെ കൂടെ വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് അച്ഛനും ശുശ്രൂഷിക്കും, ഞാനും ശുശ്രൂഷിക്കും. കിട്ടുന്ന സമയത്ത് ഞങ്ങൾ പാർട്ടി ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ഒരു പാസ്റ്ററിനെ അടുത്ത അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ഒരു ഭൂതം ഉണ്ട്, അതുകൊണ്ട് അച്ഛൻ നിർബന്ധപൂർവ്വം അവിടെ വരണം ശുശ്രൂഷിക്കാം. അച്ഛൻ ഉടനെ എന്നെ വിളിച്ചു പറഞ്ഞു, ഓട്ടോ ഒന്ന് റെഡിയായിരിക്കണം, നമുക്ക് അടുത്ത സൺഡേ ഇങ്ങോട്ട് പോകണം. കുഴപ്പമില്ല, വരാം പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഒരുക്കിയിരുന്നപ്പോൾ പിന്നെയും അച്ഛൻ വിളിച്ചിട്ട് പറയാണ്, ഉപവാസത്തോടുകൂടി വരണം. അച്ഛൻ ചെറുത്ത് വെച്ചു, ആ ഒരു ചെറിയ പ്രശ്നമാണ്. പ്രശ്നം എന്താണ്? ആ സഭയിൽ ഒരു ഭൂതമുണ്ട്, അതുകൊണ്ട് ചുമ്മാ കയറി വന്നാൽ പറ്റുന്നത് ഉപവാസത്തിലുണ്ട്. സൺഡേ ഞാൻ ഉപവാസത്തോടുകൂടിയാണ് വരുന്നത്. പണ്ട് പറഞ്ഞപ്പോൾ ഇല്ല, ഇത് പ്രത്യേകം അനുഭവിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, ഏതായാലും ഞാൻ വരാമെന്ന്. എന്നിട്ട് അച്ഛൻ വന്നു, ഞങ്ങൾ രണ്ടുപേരും പോയി. സാധാരണ രീതിയിൽ ഞാൻ ആദ്യം ശുശ്രൂഷിക്കും, അത് കഴിഞ്ഞ് ലാസ്റ്റ് ഡേ അച്ഛൻ ശുശ്രൂഷിക്കുമ്പോൾ സാധാരണ ഞാൻ കൊടുക്കുന്നത്. അന്നത്തെ ദിവസം അച്ഛൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ഞാൻ നേരത്തെ സംസാരിക്കാം, അല്പമേ സംസാരിക്കാം, അത് കഴിഞ്ഞാൽ വാക്ടോൺ എടുത്തേക്ക്. ഇത് പറഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ നോക്കി വെയിറ്റ് ചെയ്തു. ഏതായാലും ആ സൺഡേ സർവീസിൽ വരുന്നത് മുമ്പ് ഞാൻ അച്ഛനോട് പറഞ്ഞു, സി അവിടെ ഭൂതമുണ്ട്, സംഭവിച്ചു, നമ്മളൊന്ന് പുസ്തകം ഒന്നും കൂടേണ്ട കാര്യമില്ല, ആ ഭൂതം അവിടെ പോകും. അച്ഛൻ ചോദിച്ചു എത്തോ, അതുകൊണ്ട് അപ്പോൾ ആ വീട്ടുകാരെ വന്ന് ഞങ്ങൾ വിളിച്ച് ആ സഭ കൂട്ടായ്മയിലേക്ക് എത്തിച്ചു. അപ്പോൾ ഭൂതം ആരാണ് എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല, ആണാണോ പെണ്ണാണോ ആരാണെന്ന് പോലും പറയുന്നില്ല. അവിടെ വന്നിരുന്നപ്പോൾ ആ പാസ്റ്റർ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ജനത്തിനടുത്ത് പറഞ്ഞു, നിങ്ങളെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അച്ഛനും വന്നിട്ടുണ്ട്, അച്ഛൻ്റെ കസിൻ ബ്രദറും വന്നിട്ടുണ്ട്, അവരുടെ ശുശ്രൂഷയുടെ ഒപ്പത്തിന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ശരി എന്ന് പറഞ്ഞാൽ അങ്ങനെ ശുശ്രൂഷ ഒക്കെ പെട്ടെന്ന് തുടങ്ങി ഉടനെ ഞങ്ങളെ ഏൽപ്പിച്ചു. അച്ഛൻ ഒരു 15 മിനിറ്റ് എന്താ സംസാരിച്ചു, ബാക്കി എന്നെ ഏൽപ്പിച്ചു. പക്ഷേ ഇത് ഞാൻ എണീറ്റിന് മുമ്പ് തന്നെ ഞാൻ കർത്താവിനടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, കർത്താവ് ഇവിടെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് വിട്ടുപോകണം, ആ വിട്ടുപോണത് എനിക്ക് കാണണം. അപ്പൊ വിട്ടുപോകണം എനിക്ക് കാണണമെന്ന് പറഞ്ഞ് ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ കണ്ട കാഴ്ച, അപ്പൊ ആ സഭ ിലുള്ള സൈഡിലാണ് നോക്കിയപ്പോൾ ഒരു സ്ത്രീ കട്ടിന്റെ മെത്തയിൽ ഇങ്ങനെ എടുത്തൊരടി ആ ഫെൻസിൽ അടിച്ചു തീർക്കുമ്പോൾ മെത്ത അകത്തോട്ട് വീണ് ആ സ്ത്രീ പുറത്തോട്ട് എന്നെ തിരിച്ചു നോക്കിയിട്ട് നടന്നു. ഈ ഒരു കാഴ്ച ഞാൻ കണ്ടു തീർന്നിട്ട് ഞാൻ ഒന്നും വേണ്ടിയില്ല. ഏതായാലും യോഗം തുടങ്ങിയപ്പോൾ ഞാൻ എൻ്റെ ടൈം ആയപ്പോൾ ശുശ്രൂഷിച്ചപ്പോൾ അവിടെ ഒരു അനുഭവമില്ല. അതിന് മുമ്പ് വരെ എല്ലാ സൺഡേയും അവിടെ ശുശ്രൂഷിക്കുന്ന സമയത്ത് ഈ സഹോദരി ഫ്രണ്ടിൽ വന്ന് മേശ മുകളിൽ കയറി ഇരുന്നിട്ട് പാസ്റ്ററിനെ എടുത്തിട്ട് അടിക്കും. ഞായറാഴ്ച നടക്കുന്ന സംഭവമാണ് ഇത്. പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുകൊണ്ടാണ് ആ പാസ്റ്റർ വിളിച്ച് പറയാൻ കാരണം. പക്ഷെ ഞാൻ ഈ കാഴ്ച കണ്ടെത്തിരുന്നത് യോഗം തരുന്നത് ഞാൻ വരുന്ന സമയത്ത് അച്ഛൻ ചോദിച്ചു, അവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ പറഞ്ഞ് ലെവൽ പോയി. എന്നാ അച്ഛൻ ചോദിച്ചു, അതെങ്ങനെ? അതൊക്കെ പറയാം, വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നപ്പോൾ അച്ഛൻ അത്ര ഒരു ഉറപ്പ് വന്നില്ല. പിറ്റേ ബുധനാഴ്ച വ്യാഴാഴ്ച ഞാൻ അവിടെ ഒന്ന് വിളിച്ചു ചോദിക്കുക പാസ്റ്ററിൻ്റെ അടുത്ത്. പിന്നെ വല്ല ശല്യം ഉണ്ടായിരുന്നു. പിന്നെ പിറ്റേ സൺഡേ കഴിഞ്ഞ് തരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇപ്പം പ്രോബ്ലമൊന്നുമില്ല, അത് പോയി. അതിന്റെ രണ്ടാമത്തെ ആഴ്ച വന്ന് ഒന്നുകൂടെ വിളിച്ചു ചോദിക്കാം, ഞാൻ ഒന്നുകൂടെ ഉറപ്പ് വരുത്തി ഞാൻ വിളിക്കാൻ പറഞ്ഞു. വിളിച്ചു തരുന്നപ്പോൾ അത് അന്നേ പോയല്ലോ. ആമേൻ. അപ്പൊ പിശാചിനെ പുറത്താക്കാൻ ഇങ്ങനെ ഒന്നും ഗുസ്തി കൂടേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ ഉള്ളത്തിൽ ഉറപ്പ് വരുത്തിച്ചാൽ ദൈവമക്കളാണെങ്കിൽ അത് ഞാൻ അണ്ടർലൈൻ ഇട്ട് പറയുന്നു. ആണെങ്കിൽ അവരുടെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ
ആ നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ എന്തിനും വിടുതലുണ്ടെന്ന് ദൈവത്തിന് അമ്മ വ്യക്തമാകുന്നു. അപ്പോ ഇവിടെ ഞാൻ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് സ്പെഷ്യാലിറ്റി ഒന്നും എന്റെ കയ്യിലില്ല. ചിലർ വായിക്കാൻ നേരത്തെ ചിലർ പറയുന്നത് ശ്രേഷ്ഠ ദൈവത്തിന്റെ ദാസൻ വന്നിരിക്കുന്നു. എനിക്ക് പ്രത്യേക ശ്രേഷ്ഠത ഒന്നുമില്ല. എനിക്കുള്ളത് കണക്ക് നിങ്ങൾക്കും ഉണ്ട്. ഞാനും നിങ്ങളും സമസ്വഭാവമുള്ള വ്യക്തികളാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പാസ്റ്റർ എന്ന് വിളിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓഫ് കോഴ്സ് a person who preaches should be a pastor. അതെല്ലാം ഞാൻ സമ്മതിച്ചു. ബട്ട് സ്റ്റിൽ പാസ്റ്റർ എന്നുള്ള ആ പദവി കേൾക്കുമ്പോൾ ദുബായിൽ വന്ന് നിങ്ങൾ കേൾക്കണം. അവിടെ ജനങ്ങൾ ഇരിക്കാൻ നേരത്ത് ഏതെങ്കിലും ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നിരുമ്പോൾ ബാക്കിൽ ഒരു 5-6 റോയിൽ ഇരിക്കുന്നവരുടെ കമന്റ്സ് ഒന്നും നിങ്ങൾ കേൾക്കണം. അടുത്തൊരു തെണ്ടി വന്നിട്ടുണ്ട് പറയുന്ന സെന്റൻസിലാണ് മലയാളം സഭയിൽ. ഓഫ് കോഴ്സ് ഇംഗ്ലീഷ് സർവീസിലൊന്നും മറ്റു ലാംഗ്വേജിലൊന്നും ആ പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ, നാട്ടിൽ നിന്ന് വലിയ ഇങ്ങനെ വരെയാണ്. ആരെങ്കിലും ഒരു ലിങ്ക് വെച്ചിട്ട് കയറും. ഈ സമയം കിട്ടത്തുമില്ല. കൊടുക്കുന്ന സമയം കൊണ്ട് അവർ വചനം പറയത്തില്ല. അല്ലെങ്കിൽ അവരുടെ കൃപ ഉണ്ടെങ്കിൽ അവർ കൃപ ഉണ്ടെങ്കിലെല്ലാം പറയില്ല. അത് പോട്ടെ, അവർക്ക് വീട് വെച്ചിട്ടുണ്ട്, കോമ്പൗണ്ട് വെച്ചിട്ടുണ്ട്, മകളുടെ നേഴ്സറിയിൽ വിട്ടിട്ടുണ്ട്, അടുത്ത സെമസ്റ്ററിന് കൊടുക്കാൻ ഫീസ് ഇല്ല. ഇതിനു വേണ്ടിയാണോ ഈ പട്ടിച്ചാടി ഇവിടെ ദേവവേലയെന്ന് പറഞ്ഞിരിക്കുന്നത്? എന്റെ വിഷയമാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ദിവസം ഇരിക്കുന്നെങ്കിൽ കർത്താവ് എന്നെ ഇവിടെ വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുത്ത വ്യക്തികളാണ്. ആ തെരഞ്ഞെടുത്ത് നിങ്ങളെ എക്വിപ്റ്റ് ആക്കി വിടാനാണ് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ. പ്രോസ്പെരിറ്റി തിയോളജി എന്റെ നാമൊന്നും വരത്തില്ല, കാരണം അങ്ങനെ ഒരു ശുശ്രൂഷ ഇല്ല. പക്ഷെ ഞാൻ യോഗം കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കണം, ഒന്ന് പുഞ്ചിരിക്കണം, അപ്പോ നല്ല കൈമടക്ക് കിട്ടണം. ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ പ്രോസ്പെരിറ്റി പറയണം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയണം. ഞാൻ എൻ്റെ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ എൻ്റെ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ ഞാൻ അതിൻ്റെ കൊട്ടേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. The people wants the preacher to preach what the people likes, but the Lord wants the preacher to preach what the Lord likes. അപ്പോൾ ഞാൻ ഏതിന് പോകണം? എൻ്റെ കർത്താവ് പറയുന്നത് മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാരണം ഈ ഗിഫ്റ്റ് വില കൊടുത്തതല്ല, യൂറോ കൊടുത്ത് വാങ്ങിച്ചതുമല്ല, പൗണ്ട് കൊടുത്ത് വാങ്ങിച്ചതുമല്ല, തെരൻസ് കൊടുത്ത് വാങ്ങിച്ചതുമല്ല. ഇത് എനിക്ക് എൻ്റെ കർത്താവ് സൗജന്യമായിട്ട് തന്നത്. കളയാൻ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എനിക്ക് സമയം തന്നില്ല, ഇങ്ങനെ ഒരു പ്രശ്നമില്ല. കർത്താവ് എന്നെ ഓരോ സ്ഥലത്ത് വിട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷെ എവിടെ ഞങ്ങൾ നാട്ടിലിരിക്കുന്ന അടുത്ത് ആരും ക്ഷണിച്ചിട്ടല്ല ഞങ്ങൾ പോകുന്നത്. അപൂർവം ചിലടത്ത് ക്ഷണിച്ചിട്ടാണ് പോകുന്നത്. മറ്റത് ക്ഷണിച്ചിട്ടല്ല. ഞങ്ങൾ ഓൾമോസ്റ്റ് ഒരു 400-450 സഭകളിൽ ഞങ്ങൾ ഞാനും എൻ്റെ മിസ്സും പോയിട്ടുണ്ട്. ആ സഭകൾ എവിടെയാണ് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴും നിങ്ങൾ ഏത് സമയത്ത് പാസ്റ്ററുടെ പേര് ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല. കാരണം ഞങ്ങൾക്ക് അതല്ല ഇമ്പോർട്ടൻറ്റ്. ദൈവം തന്ന ദൂത് ആ സഭയിൽ പോകുക, പറയാനുള്ളത് വ്യക്തമായിട്ട് അവരുടെ സഭയിൽ പറയുക. ആ സംഭവം തീരുമ്പോൾ പാസ്റ്ററെ പ്രൈസ് ദി ലോർഡ് സ്ഥലം ഇതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ കൃപയിൽ അങ്ങനെ സാവകാശം ഒരിക്കലും ദൈവത്തിന് ശ്രമിക്കുന്നു. പല പാസ്റ്റർമാരും ഞങ്ങൾ ഓൾട്ടോ ഇങ്ങനെ അവിടെ പോകുമ്പോൾ ശുശ്രൂഷിച്ചു ചെയ്തു. അതെങ്ങനെ അവരുടെ പറയാതെ പോയി ഒരു സമയം തന്നു. അയ്യോ, എന്റെ ജോലി എന്താ? ദൈവം ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് യോഗമുള്ള സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി അവരുടെ കോമ്പൗണ്ടിന്റെ കാല് കുത്തുന്ന ജോലി മാത്രമേ എനിക്കുള്ളൂ. ബാക്കി എന്റെ കർത്താവ് ചെയ്യും. അല്ലാതെ ഞാൻ ഗിഫ്റ്റ് വെച്ച് വീട്ടിൽ ഇരുന്നിട്ട് ക്ഷണിക്കട്ടെ, അല്ലെങ്കിൽ ലെറ്റർ വരട്ടെ, അല്ലെങ്കിൽ അവർ ഫോൺ ചെയ്ത് വരട്ടെ, അല്ലെങ്കിൽ കാർ കൊണ്ട് വിളിക്കട്ടെ, എന്നിട്ട് ഞാൻ വന്ന് ശുശ്രൂഷിക്കാന്ന് പറഞ്ഞാൽ ഞാനവിടെ ഇരിക്കത്തുള്ളൂ. അപ്പൊ ഗിഫ്റ്റ് തന്നത് ദൈവമാണെങ്കിൽ വഴികളും ഒരുങ്ങുന്ന ദൈവമാണ്. ആ ദൈവത്തിനാണ് ഞാൻ ഇവിടെ വരച്ചു കെട്ടാൻ പോകുന്നത്. ആമേൻ. സന്തോഷമുള്ളവർക്ക് ശ്രദ്ധിക്കാമോ? യെസ്. അപ്പോ സാധാരണ എല്ലാവരും ശുശ്രൂഷിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. ഇവിടെയും അത് ഞാൻ കണ്ടു വിശ്വാസം. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ കാല് കുത്തിയതിനു ശേഷം ഒരു ചേഞ്ച് കണ്ടോ? ഫീൽ ചെയ്തു? ടേസ്റ്റ് ചെയ്തു? ഞാൻ അതിലോട്ട് കിടക്കുന്നു. വചനത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ വേറെ സ്റ്റോക്ക് ഒന്നും എൻ്റെ അടുത്ത് വചനത്തിൽ നിന്നുകൊണ്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് എൻ്റെ ദൈവം നോക്കുമ്പോൾ എൻ്റെ നാമത്ത് വരുന്നത് സത്യമായിട്ട് എൻ്റെ കർത്താവ് ഒരുക്കുന്നത് മാത്രമേ ഇവിടെ പറയാൻ അനുവാദമുള്ളൂ.
അല്ലാതെ ഞാൻ അതിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടെ കൂട്ടി പറഞ്ഞു തീർന്നാൽ അടി എനിക്ക് കൊള്ളും. അതെനിക്ക് പറ്റത്തില്ല. കുറച്ച് അടിയൊക്കെ കൊണ്ടുവരുത്തില്ല. അതുകൊണ്ട് അതൊന്നും നടക്കുന്ന പരിപാടിയില്ല. അതുകൊണ്ട് ശ്രദ്ധാപൂർവ്വം കേട്ട് അത് പൂർണ്ണ രൂപത്തിൽ ഏറ്റെടുക്കുകയാണെങ്കിൽ വിടുതലുന്ന ദൈവത്തിനകത്ത് വ്യക്തമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുക. അപ്പൊ പെട്ടെന്ന് ചില വാക്യങ്ങളും വായിച്ച് സഹായിക്കാം. ഗലാത്യർ 1:10. ഇത് ഈ സഭയുടെ ദൂതല്ല, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷന് വേണ്ടി മാത്രം. ഗലാത്യർ 1:10. ഇപ്പോഴ് എനിക്കൊരു സംശയം വരരുത്. ഞാൻ UK മലയാളികളുടെ സഭയിൽ വന്ന് തീർന്നിട്ട് എന്താ നിങ്ങളെ പ്രസാദിപ്പിക്കാനാണോ അതോ എന്റെ ദൈവത്തിനെ പ്രസാദിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? അതുകൊണ്ട് പിന്നീട് ഇന്നും ഞാൻ നിങ്ങളെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ ദാസനായിരിക്കില്ല. പിന്നെ എന്തിനാ ഞാൻ ഈ പാടുപെട്ട് ഇവിടെ വരുന്നത്? അപ്പൊ ക്രിസ്തുവിന്റെ ദാസനാവാനാണ് എനിക്ക് ആഗ്രഹം. അതേ ഞാൻ പറയുള്ളൂ. ഞാൻ പറഞ്ഞിട്ട് ഗ്രഹിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇത് ഞാൻ പറഞ്ഞില്ല, വേദപുസ്തകം പറയും. അപ്പൊ പിന്നെ എങ്ങനെയാ ശുശ്രൂഷിക്കുന്നത്? അപ്പൊ ചില സത്യങ്ങൾ വിളിച്ചു പറയാൻ പോകുന്നു. ആ സത്യങ്ങൾ എന്തോ വചനത്തിൽ നിന്നുള്ള സത്യങ്ങൾ. ആ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു തീർന്നാൽ നിങ്ങൾ എന്നെ വിരോധമായി എണ്ണുമോ എന്നാണ് അടുത്ത ചോദ്യം. എല്ലാവർക്കും അവരവർക്ക് ഇഷ്ടമുള്ളത് വേണം. അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇഷ്ടപ്പെടില്ല. അപ്പൊ അത് മുൻകൂട്ടി ഞാൻ പറയാണ്. അപ്പൊ ഇഷ്ടപ്പെടുമോ ഇല്ലയോ, വിരോധമായി എണ്ണുമോ ഇല്ലയോ? ഗലാത്യർ 4:16 കൂടെ വായിക്കാം. പെട്ടെന്ന് വായിച്ചു. അങ്ങനെ ഇരിക്കെ നിങ്ങളുടെ അടുത്ത് സത്യം പറയുക കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ശത്രു ആയി പോയോ? അപ്പൊ സത്യം പറഞ്ഞാൽ ശത്രു ആവുമെന്ന് വചനം വ്യക്തമാണ്. പിന്നെ എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കുന്നത്? അപ്പൊ പിന്നെ ശുശ്രൂഷിക്കണോ? ഗലാത്യർ 1:11 കൂടെ വായിക്കാം. സഹോദരന്മാരെ, ഞാൻ അറിയിക്കാൻ പോകുന്ന സുവിശേഷം മാനുഷികമായിട്ടുള്ളതല്ല എന്നല്ല, മാനുഷികമായിട്ട് ശുശ്രൂഷകളുണ്ട്. ഓക്കെ, അടുത്തത് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ അത്ര ഇത്രയും പറഞ്ഞത്. അത് ഞാൻ മനുഷ്യന്റെ അടുത്തൊന്നും പ്രാപിച്ചിട്ടില്ല. ഞാൻ നേരത്തെ ഒരു സെന്റൻസ് പറഞ്ഞാണ്. 10,450 സഭയിൽ നാട്ടിൽ പോയി. ദുബായിൽ ഒരു 10-35 സഭകളിൽ പോയിട്ടുണ്ട്. പിന്നെ വേറെ വെളിയിൽ ആഫ്രിക്കയിലും 6-7 സഭകളിൽ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ ഇത്രയും സ്ഥലത്ത് പോയിട്ട് അവിടെ കണ്ടത് പഠിച്ചിട്ട് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുന്നതല്ല. പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചിട്ടൊന്നുമില്ല. 38 വയസ്സിലാണ് സ്നാനപ്പെട്ടത്. 38 വയസ്സിൽ സ്നാനപ്പെട്ട് തീർന്നപ്പോൾ നമ്മുടെ മലയാളി സഭകളിൽ സൺഡേ സ്കൂളിൽ ഇരിക്കും. അതും ഇരുന്നില്ല. കത്തോലിക്ക ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നപ്പോൾ അവിടെ ആ പരിപാടിയും ഇല്ല. പിന്നെ എങ്ങനെ എന്റെ യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിൽ അത്ര ഇത് പ്രാപിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ ഒന്ന് ശ്രദ്ധിക്കാമോ? ഒന്നുകൂടെ ഉച്ചത്തിൽ. അപ്പൊ വെളിപ്പാടിലും പ്രവചനാത്മാവിലും കൂടെ ശുശ്രൂഷിക്കാൻ സാവകാശം എന്നെ തുടർന്ന് കുറിച്ച് തന്നതിന് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. അപ്പൊ അതിന് പല ഇൻസിഡൻസുകളുണ്ട്. അതൊന്നും പറയാൻ എനിക്ക് നേരമില്ല. ഇവിടെ പറയേണ്ട ദൂതലോട്ട് പോകും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 21:5 വാക്യം. അതിനൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, എന്റെ യേശുവിന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ എത്ര പേരുണ്ട്? ഉറപ്പാണല്ലോ. അപ്പൊ ഇനി വായിച്ച വാക്യത്തോട് വായിച്ച യേശു അവരോട് യേശു ആരോടാണ്? ഇപ്പൊ നമ്മള് ശിഷ്യന്മാരാണോ അതോ നാട്ടുകാരാണോ? കർത്താവിന്റെ സന്നിധിയിൽ വന്നിട്ട് നമ്മൾ കർത്താവിനെ ഫോളോ ചെയ്യാൻ വേണ്ടി ഡിസൈപ്പിൾസ് ആയിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെ? ശിഷ്യന്മാരാണ്. അപ്പൊ ഇന്നിപ്പോ എന്റെ യേശുവിടെ ഉണ്ടെന്ന് നിങ്ങൾ തന്നെ സത്യം ചെയ്തു. ആമീൻ. കാരണം എന്റെ ഏറ്റെടുത്തു അല്ലേ? ആ യേശു ഇന്നത്തെ ദിവസം ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളോട് ചോദിക്കാണ്. എത്ര സ്നേഹത്തോടും ചോദിക്കുന്നറിയോ കുഞ്ഞുങ്ങളെ?
കുഞ്ഞുങ്ങളെ എന്നൊരു ചോദ്യം കേൾക്കുമ്പോൾ ഇത്ര പ്രായമായാൽ എൻ്റെ അമ്മയോ അച്ഛനോ കൊണ്ട് വന്നിട്ട് മോനെ എന്ന് വിളിക്കുമ്പോൾ അതിൻ്റെ ഒരു കുടുംബം ഒരു പ്രത്യേകതയാണ്. സ്നേഹത്തോടുകൂടി എൻ്റെ യേശു കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതിനൊരു അറ്റാച്ച്മെന്റ് അത് ഫീൽ ചെയ്യുന്നില്ലേ? ആ ഫീലിംഗ് വരുന്ന സമയത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് അവിടെ വരുന്നത്. ഇവിടെ യേശു വിളിച്ചത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ. എന്നിട്ട് അത് യേശുവിന്റെ സൈഡിൽ നിന്നുള്ള ആ നീതിയും നന്മയും സ്നേഹവും ഉള്ളതുകൊണ്ട്. ഇനി നമ്മളൊന്ന് തിരിഞ്ഞു നോക്കാം. കഴിഞ്ഞ കൂട്ടായ്മയ്ക്ക് ശേഷം, കഴിഞ്ഞ സൺഡേക്ക് ശേഷം, കഴിഞ്ഞ മാസത്തിന് ശേഷം എൻ്റെ യേശുവിന് ഇഷ്ടപ്പെടാത്ത എന്തെല്ലാം ചിന്തകൾ നിങ്ങളുടെ ചിന്താമണ്ഡലത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ട്. എന്നിട്ടും അതെല്ലാം മാറ്റിക്കളഞ്ഞുകൊണ്ട് എൻ്റെ യേശു കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ചിന്താമണ്ഡലം പോട്ടു. എൻ്റെ യേശുവിന് ഇഷ്ടപ്പെടാത്ത മേഖലകളൊക്കെ നമ്മുടെ കാലം അറിയാതെ നടന്ന് അങ്ങോട്ടാണ്. ചില സമയത്ത് അറിയാതെ ഇതുവരെ പോയി അറിയും, പിന്നെ തിരിച്ചു പോകാൻ ഒരു പണി. ഇങ്ങോട്ട് പോകാനുള്ളത് ഇങ്ങോട്ട് പോകും. അതും എൻ്റെ യേശുവിന് ഇഷ്ടമുള്ളതാണ്. അങ്ങനെ പോയ കൂട്ടത്തിൽ ഈ കൂട്ടത്തിലുണ്ട്. അതിനെ തൊട്ട് സംസാരിക്കും. അത് നിങ്ങളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് മാറ്റിക്കളയാൻ പറയും. അമേൻ. അപ്പൊ അങ്ങനെയുള്ളത് ഇരിക്കുമ്പോഴും എൻ്റെ യേശു എങ്ങനെയാ ചോദിച്ചത്? കുഞ്ഞു നോക്കണേ, നമ്മൾ ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നു. എന്നിട്ടും ഇന്നത്തെ ദിവസം എൻ്റെ യേശു എന്നെ സംബോധന ചെയ്തത് എങ്ങനെയാണ്? കുഞ്ഞു. അടുത്ത വാക്യം വിളിച്ചു. യേശു ഒന്ന് ചോദിച്ചത് എന്താണ്? എനിക്ക് വിശക്കുന്നു, എനിക്ക് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? പല രീതിയിലുള്ള വിശപ്പ്. പക്ഷെ ഇവിടെ യേശുവിന്റെ വിശപ്പ് എന്താണ്? ആയിക്കോട്ടെ. പക്ഷെ യേശു ചോദിച്ചെന്താണ്? കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? എന്നിട്ട് നിങ്ങളുടെ മറുപടി എന്തായാലും കഷ്ടമായി. എന്റെ യേശു, നിങ്ങൾ എന്റെ യേശുവിന്റെ സ്ഥലത്തിൽ വരുന്നതിനാ എല്ലാ ദിവസവും പ്രാർത്ഥനയും കാര്യങ്ങൾ. യേശുവേ, എന്റെ പ്രശ്നം ഇങ്ങനെ ഉണ്ട്, അതിൽ നിന്ന് വിടുതൽ തരണേ, ഇങ്ങോട്ട് തരണേ, എനിക്ക് പൈസ ഇല്ല, എനിക്ക് നാട്ടിൽ പോകണം, എനിക്ക് മക്കളെ പഠിപ്പിക്കണം, അതിനൊക്കെ നമ്മൾ അങ്ങോട്ട് ചോദിച്ച് ഇങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞായറാഴ്ച ഒരു ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ യേശുവിന്റെ സന്നിധിയിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു കോൺഗ്രിഗേഷനിൽ വരുന്നത്, അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ കടന്നു വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഈ 6 ദിവസം നമുക്ക് വേണ്ടി തന്ന യേശുവിന് അങ്ങോട്ട് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ? കൊണ്ടുവന്നിട്ടുണ്ടോ? ഇവിടെ വന്ന് തീരുമ്പോൾ നമ്മുടെ ഒരു സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ സമയം ക്ലിപ്തം. ഞാൻ ആഫ്രിക്കയിൽ ശുശ്രൂഷ കഴിച്ചിരുന്നപ്പോൾ അവിടുത്തെ കുറച്ച് വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഇട്ടിരുന്നു. അവിടെ ശുശ്രൂഷകൾ കുറച്ച് ഭൂതങ്ങളൊക്കെ പുറത്തു പോയി അതിൻ്റെ ഒരു ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ശുശ്രൂഷ എന്നെ ആ രീതിയിൽ വിളിക്കും. എൻ്റെ സഭയിൽ, മുംബൈയിലുള്ള സഭയിലുള്ള കുറച്ച് പേര് വിളിച്ചു. അതൊക്കെ കണ്ട് കേട്ടോ, വീഡിയോയിലൊക്കെ കണ്ട് ആഫ്രിക്കയുടെ പ്രോഗ്രാമിൽ ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ അത് ആഫ്രിക്കയിൽ മാത്രമല്ല, എന്തുകൊണ്ട് ഇവിടെ നടത്തിക്കൂടെ? പ്രോബ്ലമൊന്നുമില്ല. അവന് അവസരം ഭാഷ തരും, ശുശ്രൂഷിച്ച് അത് ഇവിടെ ചെയ്യും. ഞാൻ പറഞ്ഞു, അവിടെ ഇപ്പൊ ചെയ്യുകയാണെങ്കിൽ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെ ഹോളൊക്കെ മണിക്കൂർ കണക്കിന് വാടക കൊടുക്കും. 1 hour 2 hour 3 hours ഒക്കെ. അപ്പൊ ചർച്ചപ്പാടുകാര് ചർച്ചപ്പാട് 6 മണിക്കകത്ത് കയറും, 8 മണിക്ക് പുറത്ത് പോകണം. 2 മണിക്കൂർ വാടക കൊടുക്കും. 8 മണിക്ക് കൃത്യമായിട്ട് നമ്മൾ പോയില്ലെങ്കിൽ IPC-കാര് 8 മണിക്ക് കയറി വരും. പ്രോബ്ലം ക്ലാഷാവും. അതുകൊണ്ട് കൃത്യം 8 മണിക്ക് എണീറ്റിരിക്കണം. അത് അവിടെ ഉള്ള എല്ലാവർക്കും അറിയാമല്ലോ. IPC-കാര് 8 മണി മുതൽ 10 മണി വരെ കഴിഞ്ഞാൽ 10 മണിക്ക് ഇറങ്ങുമ്പോൾ ഇംഗ്ലീഷ് സർവീസുകാർ വരും, അല്ലെങ്കിൽ ആഫ്രിക്കൻകാരും വരും. അതുകൊണ്ട് അവർ പറഞ്ഞാൽ ശരിയാവില്ല. ഒരു 5 മിനിറ്റ് നേരത്തെ നിർത്തിക്കൊണ്ട് അവർ. ഇതാണ് ഗൾഫിലെ രീതി. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു, അവിടെ ഈ 2 മണിക്കൂർ ആരാധനയില്ല. ഇവിടെ 3 മണിക്കൂർ തകയുന്നില്ല.
2 മണിക്കൂർ ആരാധനയിൽ ആദ്യത്തെ പാട്ടും സങ്കീർത്തനവും കാര്യങ്ങളും സാക്ഷ്യവും കാര്യങ്ങളും എല്ലാം പോയിരിക്കുമ്പോൾ 1.5 മണിക്കൂർ തീർക്കും. സാധാരണ ഭാഷണം 1/2 മണിക്കൂർ കഷ്ടിച്ച് കിട്ടും. കുറച്ച് വൈകുന്നേരം സംസാരിക്കും. ഗസ്റ്റ് വന്നാൽ സമയം ഒട്ടും കൊടുക്കാൻ 5 മിനിറ്റ് ഏതെങ്കിലും ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു ദേവദാസനാണെങ്കിൽ ആ വ്യക്തിയുടെ പേര് പറഞ്ഞു വരുമ്പോൾ തന്നെ 5-6 ലൈൻ പോകും. മിനിറ്റും 2-3 എണ്ണം. പിന്നെ ഒരു 2 മിനിറ്റ് അവിടെ കഷ്ടതയിലും കടം വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അത് പറയുമോ, വചനം പറയും, ഏത് പറയും? അവസാനം ഒന്നും പറയാൻ പറ്റില്ല. ചില സീനിയർ പാസ്റ്റേഴ്സ് വന്നിരുന്നാൽ പാസ്റ്റർ സമയമില്ല, 10 മിനിറ്റേ ഉള്ളൂ എന്ന് പറഞ്ഞ അവസാനം ബാക്കിൽ നിന്നിട്ട് ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ ആ പാസ്റ്ററിന്റെ ജുബ്ബ പിടിച്ചു വലിക്കും. നിർത്തു നടന്ന സംഭവങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. അപ്പോ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനത്തെ ആത്മാവാണ്? സുബോധവും പരിജ്ഞാനം സ്നേഹത്തിന്റെ ആത്മാവ്. 5 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 4 മിനിറ്റ് കൊണ്ട് നിർത്തിക്കൊള്ളണം. അപ്പൊ സുബോധവും പരിജ്ഞാനം സ്നേഹവും എല്ലാം അതിൽ പെടും. പക്ഷെ എന്റെ വിഷയം അതല്ല. ഇപ്പൊ നമ്മള് വായിച്ച ഭാഗം ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ നിങ്ങള് കൂടി വരുമ്പോ സൺഡേ ഒരു ദിവസം കൂടി വരുമ്പോ കൊണ്ടുവരേണ്ടത് കൊണ്ടുവരണം. എന്താ? ദൈവത്തിന് പണവും കാര്യങ്ങളൊന്നും വേണ്ട. സ്തോത്രം എന്ന യാഗം, താങ്ക്സ് എന്നുള്ള ആ വാക്കും കാര്യങ്ങളും അല്ല ഇമ്പോർട്ടന്റ്. നിങ്ങളുടെ ഹൃദയം പൂർണ്ണ രൂപത്തിൽ അതൊന്ന് ആ നന്ദിയോട് കൂടി ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി അവസരം ഒരുക്കുമ്പോ അത് മതി. എന്റെ യേശു സ്തുതികൾ മേലിരിക്കുന്ന എന്റെ യേശു, എന്റെ യേശു ദൈവം സ്തുതികൾ മേലാണ് ഇരിക്കുന്നത്. ആരുടെ സ്തുതിയാണ്? ജാതികളുടെ സ്തുതിയാണ്. കല്ലിനും മണ്ണിനെ ആരാധിക്കുന്നവരുടെ സ്തുതിയാണ്. വീണ്ടെടുക്കപ്പെട്ട ജനത്തിന്റെ സ്തുതിയാണ് എന്റെ ദൈവത്തിന് ആവശ്യം. ആ സ്തുതികൾ മേലാണ് എന്റെ യേശു ഇരിക്കുന്നത്. നിങ്ങൾ അറിയാത്ത എന്താണ്? അപ്പൊ സ്തുതിക്കണമെങ്കിൽ ചുമ്മാ ചിലവരുണ്ട് അയ്യോ അതല്ല ഞാൻ പറഞ്ഞു. ഓർത്ത് ഓരോ സെക്കൻഡ് നിങ്ങൾ ഓർക്കണം, യേശു എനിക്ക് എന്ത് ചെയ്തു തരുമ്പോ അത് ഓർക്കുമ്പോൾ നമ്മൾ അറിയാതെ സ്തുതിച്ചു. അങ്ങനെ ഈ പറയുന്ന വീണ്ടെടുക്ക ജനം അവിടെ ഇവിടെ കയറുന്നത് ഇവരുടെ സ്തുതി മുഴുകെ ചെല്ലുമ്പോ എന്റെ ദൈവം ആ സ്തുതികളിൽ മേലാണ് വസിക്കുന്നു. അതേസമയത്ത് നമ്മൾ ചുമ്മാ സ്തോത്രം ചുമ്മാ ഇങ്ങനെ ഒരു മീനിങ് ഇല്ലാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സ്തുതി എവിടെ പോകുന്നറിയാം? വേറൊരുത്തൻ ദൈവത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന് മാത്രം സ്തുതി ചെല്ലുന്നതുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സിലൊന്ന് തോന്നിയതേ ഉള്ളൂ ആ സ്തുതി അങ്ങോട്ട് പോകുന്നത് എനിക്കും ഇവിടെ ഒന്ന് വന്നോട്ടെ. അവൻ എന്തായി? അവന്റെ മനസ്സ് തോന്നുകയും. അപ്പോ ഇവിടെ ചുമ്മാ പറയുന്ന സ്തുതി എവിടെ പോകും? അവന്റെ അടുത്ത് പോകും. ഓർത്ത് സ്തുതിച്ചു. ദൈവം ചെയ്ത ഓരോ നന്മകൾ ഓർത്ത് സ്തുതിച്ചോളൂ. ഒരു നന്മ ചെയ്തു തരുമ്പോൾ അതിന് നിങ്ങൾ സ്തുതി കൊടുക്കുകയാണെങ്കിൽ അടുത്ത ഒരു നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു അവസരം എന്റെ കർത്താവ് ഒരുക്കി തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്. ഏറ്റെടുക്കുന്നവരൊക്കെ അവിടെ മിക്ക ആൾക്കാർക്കും സ്തുതിക്കാൻ അറിഞ്ഞൂടെ. കിട്ടി തീരുമ്പോ കൊള്ളാം. അതുവരെ ഇരുന്ന് കരച്ചിലും പ്രാർത്ഥനയും പാസ്റ്ററെ പ്രാർത്ഥിക്കണ, വിശ്വാസം പ്രാർത്ഥിക്കണ, സഹോദരൻ പ്രാർത്ഥിച്ച് വിടുതൽ കിട്ടി തരുമ്പോ സ്തുതി തീർന്നു. പ്രാർത്ഥിക്കാൻ രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എല്ലാം കൂടെ കിടന്ന് പ്രാർത്ഥിച്ചു. അതിന്റെ മറുപടി കിട്ടിത്തിരുന്നപ്പ സഭയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞു. സ്തുതിച്ചില്ല എന്നല്ല, സാക്ഷ്യം പറഞ്ഞു. പിന്നീട് അടുത്ത ആഴ്ച അത് തീർന്നു. ദൈവജനമേ, നമ്മളെങ്ങോട്ടാ? കുഞ്ഞുങ്ങളെ ഇത്രയും കാണിച്ചിട്ടും എന്റെ യേശു നിങ്ങളെ സംബോധന ചെയ്തത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ കൂട്ടുവാർക്കണ്ട മൊത്തം ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന് പറയേണ്ട സ്ഥാനത്ത് ഇല്ല എന്നുള്ള സാഹചര്യം വന്നത് എന്ത് പറ്റി? യെസ്, ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ടുണ്ട്. ദാസനെടുത്തു കൂട്ടുവാൻ വല്ല മുട്ടെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയാനല്ല ഞാൻ നിന്നെ കണ്ടിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ദാസനെടുത്തു. ഉണ്ടെന്ന് പറയാൻ സാവകാശം ഞാൻ നിന്നെ കൂടെ ഒരുക്കിയിട്ടുണ്ട്. നിന്റെ കണ്ണ് പൂർണ്ണ രൂപത്തിൽ തുറന്ന് അത് കാണുവാനുള്ള സാവകാശം ഞാൻ ഒരുക്കിയിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നു. അവസരം കിട്ടുന്ന സമയത്ത് ഉണ്ടെന്ന് പറയാനുള്ള സാവകാശം നിന്റെ നാവിന്റെ തുമ്പത്തിൽ ഓൾറെഡി ഞാൻ തന്നിട്ടുണ്ട്. അത് പിടിച്ച് പറയാനത്ര ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ദാസനെടുത്തു. ആമേൻ. സന്തോഷമുണ്ടെന്ന് ശ്രദ്ധിക്കാമോ? യെസ്. അപ്പൊ അത് ഒരു വ്യക്തിക്ക്, ഞാൻ ഒരു വ്യക്തി തൊട്ടതുണ്ടാകുന്ന ഒരു വ്യക്തിക്ക് മാത്രമല്ല, അല്ലാത്ത കാര്യം പറയാം. ഉള്ളം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഏറ്റെടുത്തു. അടുത്ത വാക്യം വായിച്ചു.
ഇത് നമ്മുടെ കുഴപ്പം. നമ്മൾ വായിക്കാൻ പറയുമ്പോൾ, വീട്ടിൽ ഇരുന്ന് ബൈബിൾ വായിക്കാൻ പറയുമ്പോൾ ഈ എക്സ്പ്രസ് രൂപത്തിലാണ് വായിച്ചത്. ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഒന്ന് നിർത്തി വായിച്ചു നോക്കി. പടകിന്റെ വലത്ത് ഭാഗത്ത് വല വീശാൻ. ആരുടെ പറഞ്ഞത്? ശിഷ്യന്മാർ. അവരുടെ ജോലി എന്തായിരുന്നു? മത്സ്യം പിടിക്കുന്ന വ്യക്തികൾ. അവരെങ്ങനെ മത്സ്യം പിടിക്കുന്നത്? കരയ്ക്കാണോ? ആഴക്കടലിൽ. ആഴക്കടലിൽ ചെന്ന് മത്സ്യം പിടിക്കാൻ വേണ്ടി അവർ എന്ത് യൂസ് ചെയ്യും? വല വീശി. വല വീശി അവര് തിരിച്ചു വന്നപ്പോ എന്തായിരുന്നു? ഒന്നുമില്ല. അങ്ങനെയല്ല വായിക്കും. അപ്പൊ അവര് അതിന്റെ രണ്ടാമത്തെ വാക്യം മുതൽ വായിച്ചു. ഈ പത്രോസാരാണ്? ഈ പറഞ്ഞ വ്യക്തികളെല്ലാരാണ്? ടോപ്പാണ്, സ്ട്രോങ് ആണ് അല്ലേ? ആ വ്യക്തിയെ പറഞ്ഞെന്തോണ് ആ കൂട്ടത്തില്? അപ്പോഴെന്താ പറയുന്നത്? പത്രോസ് എന്താ പറയുന്നത്? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ അവർ അതിന്റെ ടോപ്പ് ലീഡർഷിപ്പ് എടുത്ത വ്യക്തി, ആ വ്യക്തി പറഞ്ഞെന്താണ്? ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. അപ്പൊ എന്ത് ചെയ്ത്? മറ്റൊന്ന് പോണോ? ഈ ലീഡറിനെ കണ്ടിട്ട് എല്ലാവരും ആഗ്രഹപ്പെടും. നിങ്ങളുടെ കാര്യം ഇരിക്കുന്ന വേദപുസ്തകം നിങ്ങൾ വായിക്കാറില്ല. അതിന്റെ വചനം അറിഞ്ഞിരുന്നെങ്കിൽ പോവില്ലായിരുന്നു. കർത്താവിനെ വ്യക്തമായിട്ട് ടേസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ പോവില്ലായിരുന്നു. അവിടെ ഈ പറയുന്ന സംഭവത്തിന് മുമ്പ് എന്റെ കർത്താവ് മരിച്ചടക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ പിന്നെ എനിക്ക് ലീഡർഷിപ്പ് ഇല്ല, എന്റെ യേശു ഇല്ല, പിന്നെന്ത് ചെയ്യണം? ഞാൻ പഴയതിനെ ചിന്തിക്കാൻ തുടങ്ങി. അപ്പൊ പഴയത് അവരെന്താ ചെയ്തിട്ടുണ്ടെന്ന്? മീൻ പിടിക്കുന്ന വ്യക്തികളായിരുന്നു, പടക്കും ഉണ്ടായിരുന്നു, വലയും ഉണ്ടായിരുന്നു. അങ്ങനെ ചില കൂട്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇവിടെ ഒന്നും ഈ പഴയതൊക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെ പാസ്റ്റർമാർ പറയുന്ന പഴയതെന്ന് പറഞ്ഞാൽ സ്വർണ്ണം ഇട്ടുകൊണ്ടിരുന്നവര് സ്വർണം ബാങ്കിൽ ലോക്കറിൽ വെച്ചിട്ടുണ്ട്, അങ്ങനെ. പക്ഷെ ഞാൻ ഇവിടെ പറയുന്ന പഴയത് ഏതാണ്? ആ പഴയ നിങ്ങളുടെ ചിന്താമണ്ഡലം, സ്വഭാവങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ചിലത് സ്റ്റോക്ക് ഉണ്ട്. ആവശ്യം വന്നാൽ ഒന്ന് ഒരു കൈ നോക്കാം. സ്റ്റോക്ക് ഉണ്ടെന്നായിരിക്കും. അതോ അങ്ങനെ പരിചയമുള്ളവരൊക്കെ. അപ്പോ പത്രോസ് ഇത് തന്നെ ചെയ്തത്. അയ്യോ, ഇത്രയും സ്ട്രോങ് ആയിട്ടിരുന്ന വ്യക്തി ശ്രദ്ധിച്ചോളണം. നമ്മൾ സ്ട്രോങ് എന്ന് നമ്മുടെ സഭയിൽ നമ്മൾ തെളിയിച്ചുകൊണ്ടിരുന്നു. അതനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന കർത്താവിന് ഞാൻ സ്ട്രോങ് ആണ്. ചെറിയൊരു കാര്യം ആകെപ്പെടെ എന്റെ കർത്താവ് പറഞ്ഞത് ശ്രദ്ധയോടെ കേട്ടിരുന്നെങ്കിൽ ആ വ്യക്തി അത് പോകില്ലായിരുന്നു. എന്റെ കർത്താവ് മരിച്ചു തീർന്ന് കല്ലറയിൽ കൊണ്ട് അടക്കി ജീവനോട് കാണുന്നു. അയ്യോ, എന്നെ കണ്ണുകൊണ്ട് കണ്ടതാ, ഇനിയിപ്പോ ആരോഗ്യം. അപ്പൊ പഴയതിലോട്ട് ചിന്തിച്ചു, പടക്കം എടുത്ത് മീൻ പിടിക്കാൻ പോയി. അങ്ങനെ എത്ര പേര് ഉടമ്പു? ആള് കുറവായതുകൊണ്ട് അങ്ങനെ ഓരോ കാര്യത്തിനും ഇപ്പൊ ഞാൻ എടുക്കുകയാണെങ്കിൽ എണ്ണി വരുമ്പോൾ ബാക്കിയുള്ളത് കാണില്ല. ഞാൻ പണം എടുത്തിട്ട് അവര് പോയി. എന്നിട്ട് എന്ത് ചെയ്തു? മീൻ പിടിക്കാൻ പോയി. എന്റെ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആരെങ്ങോട്ട് പോയാലും ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായിട്ട് ദാസിക്കും. വീണ്ടും ഓർമ്മിച്ചു, എന്റെ കർത്താവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെന്ന് ആത്മാവ്. എന്നാലും ഇടയ്ക്ക് ഒരു സംശയം, കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ലോകത്തിന്റെ ബുദ്ധി ഇപ്പത്തിൽ കൂടെ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുന്നു, എന്റെ കർത്താവിനെ കൂടാതെ എന്ത് തീരുമാനമെടുത്താലും അതിന്റെ നെഗറ്റീവ് ആയിരിക്കും എന്ന് കിട്ടുന്നത് ദൈവത്തിന് അമ്മ വ്യക്തമായിട്ട് ഉദ്ദേശിച്ചു. എന്റെ കർത്താവിനെ പൂർണ്ണ രൂപത്തിൽ കാരണം എടുത്തുകൊണ്ട് ആ കർത്താവിന്റെ ശബ്ദത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ശബ്ദം വ്യക്തമായിട്ട് നിന്നിൽ കൂടെ സംസാരിക്കും. ആ ശബ്ദം പൂർണ്ണ രൂപത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മുമ്പോട്ട് ഓരോ സ്റ്റെപ്പിനും എന്റെ വലം കൈ നിന്റെ പേരിൽ ഉണ്ടായിരിക്കും എന്ന് ദൈവത്തിന് അമ്മ വ്യക്തമാക്കി. ആമേൻ, ആമേൻ.
അപ്പൊ കർത്താവിനെ മാറ്റി നിർത്തിക്കൊണ്ട് പോയവർക്ക് ഒന്നും കിട്ടിയില്ല. അങ്ങനെ വരുന്ന സമയത്ത് പത്രോസും കൂട്ടരും എല്ലാവരുമാണല്ലോ പോയത്. അവിടെ വന്നു തീരുന്നപ്പോൾ എന്ത് സംഭവിക്കുന്നത്? കരയിൽ ഒരു വ്യക്തി നിൽപ്പുണ്ട്. അപ്പൊ കരയിൽ നിന്ന വ്യക്തി പത്രോസ് തിരിച്ചറിയണമായിരുന്നല്ലോ. യേശുവിന്റെ കൂടെ നടന്നു, യേശുവിനോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഈ പറയുന്ന യേശുവിന്റെ അത്ഭുതം അടയാളം വീര പ്രവൃത്തികളെല്ലാം കണ്ടും രുചിച്ചു പറഞ്ഞ വ്യക്തിയാണ്. പടക് വന്നപ്പോ കരയിൽ ഒരു വ്യക്തി നിൽക്കുന്ന കണ്ടിട്ട് ഈ പറയുന്ന പത്രോസിനെ തിരിച്ചറിഞ്ഞില്ല. അപ്പൊ സഭയില് നെടുന്തൂണാണെങ്കിലും കർത്താവിനെ തിരിച്ചറിയുന്നത് നിർബന്ധമില്ല. കർത്താവിനെ വ്യക്തമായിട്ട് രുചിച്ചറിഞ്ഞെന്ന് അവകാശപ്പെടുന്നവർക്കും യഥാർത്ഥമായിട്ട് കർത്താവിനെ അറിയണമെന്ന് നിർബന്ധമില്ല. ഇന്ന് വന്ന വ്യക്തി ആദ്യത്തെ നെടുത്തൂണെന്ന് പറഞ്ഞ് അവകാശപ്പെടുന്നതിനേക്കാളും കർത്താവിനെ അറിയുന്ന വ്യക്തിയായിരിക്കും. കർത്താവ് നീതിമാൻ. അപ്പോ ഇവിടെ ഇങ്ങനെ വന്നിട്ടിരുന്നപ്പോൾ അവിടെ ആ ഭാഗം വായിച്ചു. ആ രാത്രി മുടിക്കാൻ അവർ അധ്വാനിച്ചു. കർത്താവിനില്ലാതെ എത്ര രാത്രി അധ്വാനിച്ചാലും ശരി ശൂന്യമാണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അവിടെ വീണ്ടും പറയുന്നു, യേശു ആണെന്ന് ആ ശിഷ്യന്മാർ വ്യക്തമാക്കുന്നുണ്ട്. കർത്താവിന്റെ കൂടെ നടന്ന വ്യക്തികൾ തന്നെയാണ്. നമ്മളെല്ലാം കർത്താവിന്റെ കൂടെ നടന്നിട്ട് നമ്മൾ ചിലപ്പോ അറിയുന്നില്ല. ഓക്കെ, അടുത്തത്. യേശു അവരോട് ആ സമയത്താണ് ചോദിക്കുന്നത്, കുഞ്ഞുങ്ങളെ, അറിയാത്ത യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർ, യേശുവിന്റെ അത്ഭുതം അടയാളം വീരപ്രവൃത്തികളെല്ലാം കണ്ട വ്യക്തികൾ എന്നിട്ട് സ്നേഹത്തോടെ യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് അവര് മീൻ പിടിക്കാൻ പോയിട്ട് ഒന്നും കിട്ടാതെ വന്ന സമയത്തും എന്റെ യേശുവിന്റെ അടുത്ത് അവിടെ നിന്നും തീർന്നപ്പോ എന്റെ യേശു വീണ്ടും അവിടെ സംബോധന ചെയ്തു, കുഞ്ഞുങ്ങളെ. എന്ന് വെച്ചാൽ നീ ഉൾക്കടലിൽ പോയി വലയൊക്കെ വീശി പിടിക്കാൻ വേണ്ടിയെല്ലാം വന്നിട്ട് യേശുവിന് എന്തെങ്കിലും ഒരു 2 മീനെങ്കിലും കൊടുത്തൂടെ, അല്ലെങ്കിൽ 1 മീനെങ്കിലും കൊടുത്തൂടെ? പണ്ട് 5 2 മീനും നിങ്ങൾ കൊടുത്തത് കൊണ്ടാണ് അത്രയും പേർക്ക് കൊടുക്കാൻ. പക്ഷെ ഇപ്പോഴോ കൂട്ടുവാൻ വല്ല ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നിങ്ങളുടെ മറുപടി എന്തായിരുന്നു? ഇല്ല. അടുത്ത സൺഡേ വരുമ്പോ നിങ്ങൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? അത് അറിയിക്കുന്നില്ലേ? വരുമ്പോ തന്നെ സന്തോഷമായിട്ട് പറയും, ഫസ്റ്റ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ്? പണമല്ല ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇന്നിവിടെ കേട്ട വചനങ്ങൾ എന്റെ ഉള്ളിൽ ക്രിയ ചെയ്തപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എന്റെ കർത്താവ് സംസാരിച്ചു, അതിനൊരു വിടുതൽ എനിക്ക് കിട്ടി. അത് വിളിച്ചു പറയാൻ സാക്ഷിയായിട്ട് നിൽക്കുവാനുള്ള സാവകാശം എന്റെ സ്വർഗത്തിന്റെ ഒരുക്കുന്നു. ദൈവത്തിനാത്മ വ്യക്തമാക്കുന്നു. ആമേൻ. അടുത്ത വാക്യം പടകിന്റെ വലത് റൈറ്റ് ലെഫ്റ്റ്? റൈറ്റ്. പക്ഷെ വല വീശുന്നവരുടെ എക്സ്പീരിയൻസ് ലെഫ്റ്റ് ആണെന്ന് യേശുവിന് അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് പറയാണ് റൈറ്റിലോട്ട് വീശാൻ പോകും. അപ്പൊ അവിടെ പറഞ്ഞെന്താണ്? വലത് ഭാഗത്ത് വല വീശാൻ ആവശ്യപ്പെട്ടു. എന്ത് സംഭവിച്ചവിടെ? അപ്പൊ കരയിൽ നിന്നിട്ട് ഒരാൾ പറഞ്ഞത് ഈ വ്യക്തികളൊന്നും തിരിച്ചറിഞ്ഞില്ല. പക്ഷെ കരയിൽ നിന്നിട്ട് ഒരാൾ പറയാണ് എല്ലാം കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലാന്ന് പറഞ്ഞു. ശരി, ആ വല എടുത്ത് വലത് ഭാഗത്തൊന്ന് വീശാൻ പറഞ്ഞു. അവര് പക്ഷെ നോക്കണേ, അവർ ഒന്നുമില്ലെങ്കിലും കർത്താവിനെന്ന് തിരിച്ചറിഞ്ഞില്ല. പക്ഷെ അവരുടെ എക്സ്പീരിയൻസ് എന്താണ്? കർത്താവിന്റെ കൂടെ നടന്നു, അനുസരണം പഠിച്ചു. അല്ലേ? കർത്താവില്ലാത്തതുകൊണ്ട് അവർ ഒറ്റയ്ക്ക് പോയി. പക്ഷെ കൂടെ നടന്ന ആ എക്സ്പീരിയൻസ് മാറ്റാൻ പറ്റില്ല. ജന്മനാ ഉള്ള ശീലം മാറത്തില്ല എന്ന് പറയുന്നതാണ്. അവര് ജനിച്ചപ്പോൾ കർത്താവിന്റെ കൂടെയാണ് വീണ്ടും ജനനം പ്രാപിച്ചത്. അന്ന് മുതൽ കർത്താവിന്റെ കൂടെ നടന്ന് അത് കിടക്കുകയാണ് ഉള്ളില്. പെട്ടെന്നൊന്നും മാറി പോകത്തില്ല. അവരാവശ്യപ്പെട്ടത് എന്താണ്? വലത് ഭാഗത്ത് വിഷം പറഞ്ഞപ്പോ
അതായത് നീ ചോദിക്കുമ്പോട്ട് പറയാം എന്നൊന്നും ചോദിച്ചില്ല. കൃത്യമായിട്ട് അവര് എക്സ്പെർട്ടാ കടലില്. ആഴക്കടലിൽ പോയിട്ട് വല വീശിട്ടും കിട്ടിയില്ല. കരയിൽ എത്തിത്തീർന്നുമാണ് ഈ സംഭവം കാണുന്നത്. അവിടെ പറയുന്നില്ല വീണ്ടും പോയി ആഴക്കടലിൽ പോയി വല വീശാൻ പറഞ്ഞില്ല. വല വീശാൻ പറഞ്ഞപ്പോ അവിടെ ആങ്കർ ഇട്ടിരിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ കരയിലെത്തിയായിരിക്കും. അവര് വല എടുത്ത് വീശി. അതേസമയത്ത് അവർക്ക് തിരിച്ച് അങ്ങോട്ട് ചോദിക്കാം, അതെന്തിനാ വലതു ഭാഗത്ത് വീശിട്ടത്, ഇടതു ഭാഗത്ത് വീശില്ലേ? ചോദിച്ചു. ഈ ചോദ്യചിഹ്നമായിട്ടാണ് മനസ്സിലിരിക്കുന്നത്. കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് എന്ത് കൊണ്ടുവന്നാലും, ലോകപരമായിട്ട് എന്ത് ചോദ്യചിഹ്നം ഫ്രണ്ടിൽ വന്നാലും ഉള്ളിന്റെ അകത്ത് ഇതൊന്ന് ഭരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ ആയിക്കോട്ടെ, എന്തുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ എന്ന് ചിന്താകുഴപ്പമായിട്ടിരിക്കുന്ന സാഹചര്യം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, എന്റെ ശബ്ദത്തിന്റെ ഫ്രണ്ടിൽ ഈ ലോകബുദ്ധിയോ ലോക അറിവോ ലോകത്തിന്റെ ഒരു ഇമ്പമോ കടന്നു വരാത്ത വിധത്തിൽ, എന്റെ ദൈവത്തിന്റെ ശബ്ദത്തിന്റെ ഫ്രണ്ടിൽ ഒരു സംശയം കൂടാത്ത വിധത്തിൽ നീ വല വീശുകയാണെങ്കിൽ നിറപ്പാൻ ഞാൻ ശക്തനാണെന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമാക്കുകയാണ്. എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിന്റെ ഞാൻ പറയുന്നു. നമ്മൾ മിക്കവാറും ദൈവത്തിന് അങ്ങോട്ട് പഠിപ്പിക്കാൻ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രമിച്ചു. ദൈവവചനം ആര് തന്നത്? എന്റെ ദൈവം. പ്രാർത്ഥിക്കുമ്പോൾ വചനം ഇട്ടിട്ട് അങ്ങോട്ട് കൊടുക്കുക. ഇരുപാർ തലയുള്ള അത് കർത്താവിന്റെ അടുത്തല്ല യൂസ് ചെയ്യേണ്ടത്. ഗ്രഹിച്ചവർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരും കേൾക്കാൻ വാക്കുകളിലേക്കാളും ബെറ്റർ നിങ്ങളുടെ ഉള്ളം കൊണ്ട് കേൾപ്പിച്ചു. എന്റെ ആവശ്യമുണ്ട്, എന്റെ കാര്യം, അത് കർത്താവിന് ഇഷ്ടപ്പെടുന്നത്, യോജിക്കുന്നത്, നടക്കാൻ പറ്റുന്നത് മാത്രം. കർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ അതിനൊന്നും മറുപടി വരില്ല. അപ്പോൾ വിചാരിക്കും ഞാനൊരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കും, എനിക്ക് തന്നല്ലോ കർത്താവ്. കല്ലിനെയും മണ്ണിനെയും ആരാധിക്കുന്ന വ്യക്തിക്ക് വീടില്ലേ? അപ്പൊ ആ ടൈപ്പ് ഒരു വീട് മതിയാവും നിങ്ങൾക്ക്. നമുക്കൊരു വീടുണ്ട്. ഈ വീടല്ല എവിടെ അവിടെ വീട്ടില് ഒരു ഓൾമോസ്റ്റ് ഒരു 15 years മുമ്പ് ഒരു പ്രവാചക വീട്ടിൽ വന്നു. ഞാൻ അവിടെ ദുബൈയിലിരിക്കുന്നു. എന്റെ ബിസിനസിന്റെ അടുത്ത് വന്നു, നിങ്ങൾ പ്രാർത്ഥിക്കാം, ആ പ്രോബ്ലമാണ്, നിങ്ങളുടെ ഭർത്താവ് ഈ ലോകത്ത് നിന്ന് വിടാൻ പോകും. കടക്കാരന്റെ കണ്ണുനീര് കൊണ്ട് കണ്ണുനീര് അങ്ങ് സ്വർഗത്തിലെത്തി, അതുകൊണ്ട് കർത്താവ് എന്നെ എടുക്കണം. ഇത് കേട്ട് കൂടെ സഹോദരിമാരുണ്ടായിരുന്നു, അവരെല്ലാം കരച്ചിലും ബഹളവും തുടങ്ങി. കഴിഞ്ഞുണ്ടെന്ന് മിസ് തന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട്. ഞാൻ പറഞ്ഞു, വചനത്തിൽ പറയുന്നുണ്ട്, 15-16 വർഷമാണ് ഞാൻ ഇത്ര എക്സ്പീരിയൻസ് ആയില്ല. എന്നിട്ടും ഞാൻ മറുപടി പറഞ്ഞത്, ജീവൻ കൊടുക്കുന്നതാരാ, ജീവൻ എടുക്കുന്നതാരാ? പ്രവാചകൻ ഇതിൽ വല്ല റോളുണ്ടോ? പ്രവാചകനടുത്ത് പറഞ്ഞിട്ട് ജീവൻ എടുക്കാൻ പോകുന്നത് പറയുന്നത് പിന്നെ എപ്പോഴേ എല്ലാവരും ശരിയായിരുന്നു. ഞാൻ പറയാണ് ഇന്നാട് പോകാൻ പോകണം, ഇന്നാട് പോകണമെന്ന് അവർ എപ്പോഴേ റെഡിയായത് ഒരുങ്ങിയില്ല അല്ലേ? അപ്പോഴും ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ വിട്ടേക്കാ, അത് പ്രവാചിക്കൊന്നുമല്ല, അങ്ങനെ ഒന്നും ഇത് പറയാനും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കുന്നതുണ്ടാവും, ജീവിക്കും. 5 വർഷം മുമ്പ് പറഞ്ഞതാണ്. കൃപയാണ് കർത്താവ് ഇന്നും ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ദൈവത്തിന് സ്തുതിക്കുന്നു. കഴിഞ്ഞ മാർച്ച് 10-ാം തീയതി ആയപ്പോൾ ഞാൻ 60 വയസ്സ് പൂർത്തിയായി. അപ്പോ പ്രവചനം എന്ന് പറഞ്ഞത് ഇത് ചുമ്മാ വല്ലതും വിളിച്ചു പറയാനുള്ളതല്ല. ഉയരത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ട് വിളിച്ചു പറയുന്നതിന് വിടുതലുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ്. ആ പ്രവാചകൻ ഏതായാലും ആ പ്രവാചകി ഏതായാലും ശരി, കർത്താവ് ഉയർത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. കാരണം ദൈവം കൊടുത്തതാണ് പറഞ്ഞത്, അല്ലാതെ ലോകത്തിന്റെ ഇമ്പത്തിന് ഇഷ്ടമുള്ളത്. ഞാൻ വേറൊരു ക്യാപ്ഷൻ കൂടെ ഇട്ടിട്ടുണ്ട്. The preacher preaches what the I preach what the preachers don't preach, which is supposed to be preached.
അങ്ങനെ പല പാസ്റ്റർമാരും അത് കണ്ടിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു. ആ ക്യാപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ മലയാളികളല്ല, വിദേശി. ആ ക്യാപ്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പലരും ലൈനിൽ വരുന്നു, ചാറ്റ് ചെയ്യുമ്പോൾ വരും. അങ്ങനെ വരുമ്പോൾ അവർ ആ ക്യാപ്ഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. I preach what the pastors who are supposed to be preached, who doesn't preach that. ഞാൻ ഇന്നലെ ഞാനൊക്കെ ചില സബ്ജക്റ്റുകൾ ബാക്കിയുള്ള വീടുകൾ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, അവരെല്ലാം അനുഗ്രഹിച്ചിട്ടുണ്ട്. എനിക്കറിയാം, വചനത്തിന് നിർത്തി കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ അത് ഉൾക്കൊണ്ട് പ്രാക്ടിക്കലി ലൈഫിൽ ഇടാൻ വേണ്ടി കുറച്ച് താമസം വരുമെന്ന് എനിക്കറിയാം. അതിന് കൃപത്താമത്തെ അതിനുള്ള സാവകാശം ഒരുക്കിക്കൊണ്ടേ അതിന്റെ രുചി മനസ്സിലാക്കാനുള്ള സാവകാശം ഒരുക്കുമെന്ന് വ്യക്തമാക്കി. ആ മാറ്റി ഭാഗം കൂടെ അവർ വീശി, ചോദ്യം ചിഹ്നം ഒന്നുമില്ലാത്ത വിധത്തിൽ അവര് വീശി, അനുസരണയോടുകൂടി അവർ വീശി. അപ്പൊ എന്താ സംഭവിച്ചു? മീനിന്റെ പെരുപ്പ് ഹേതുവായി അത് വലിക്കാൻ പറ്റുന്നില്ല. അവര് സംശയം കൂടാതെ വീശിത്തീരുന്നപ്പോൾ മീനിന്റെ ഓവർലോഡാണ്. കാരണം ആ വല വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അതിൽ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്കും ആ വല ഉണ്ടോ കയ്യില്? ആ വല ഉള്ളത് എത്ര പേരുണ്ട്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ല എന്നാണ് എന്റെ അർത്ഥം. പക്ഷെ 153 മീൻ പിടിക്കാനുള്ള വലയാണോ ഈ ചെറിയ ഞങ്ങളുടെ നാട്ടിൽ പറയുന്ന നെത്തോലി? ആ മീൻ പിടിക്കാനുള്ള വലയാണോ? തിമിംഗലം പിടിക്കാനുള്ള വലയാണോ? ഏത് വലയാണ് നിങ്ങൾക്കുള്ളത് എന്ന് വെച്ചാൽ വിശ്വാസമാകുന്ന അളവ് എത്ര മാത്രം ഉണ്ട് ആ വലയ്ക്ക്. ആമേൻ. നിങ്ങളുടെ വല ആകെക്കൂടി ഒരു ഹാൻഡ് ചീഫിന്റെ സൈസിലാണെങ്കിൽ കുഴപ്പമില്ല. ആ വലയിട്ടാൽ ഈ പറയുന്ന നെത്തോലിയായിരിക്കും കിട്ടും. വിശ്വാസമാകുന്ന വലയ്ക്ക് വലിപ്പം കൂടുമ്പോ 15 മീറ്റർ വലിപ്പമുള്ള സാരി, 5 മീറ്റർ 6 മീറ്റർ വലിപ്പമുള്ള സാരിയുടെ സൈസിലുള്ള വല വീശ അത് നിറച്ചു തരും. അപ്പൊ നിങ്ങളുടെ വിശ്വാസമാകുന്ന വലയ്ക്ക് എത്രമാത്രം വലിപ്പമുണ്ട് അതനുസരിച്ച് നിറക്കാൻ ശ്രമിക്കും. നിങ്ങൾ ചെറിയ വല വീശ ചെറുതെ കിട്ടുള്ളൂ. എത്ര വലിപ്പം നിങ്ങൾ കൂട്ടുന്നോ അതനുസരിച്ച് കൂട്ടി തരികയാണെങ്കിൽ ആ വലിപ്പം അനുസരിച്ച് നിറയ്ക്കാൻ ശക്തമാണ്. ദൈവത്തിനാത്മാ വ്യക്തമായിട്ട് ദാസന ഇപ്പോഴും ഒരു ഹാൻഡ്കർച്ചീഫ് ടൈപ്പിലുള്ള വലയും വെച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അതാണ് വലുതെന്നുള്ള ധാരണയില്ല. എന്നാൽ ദൈവത്തിനാത്മാ വ്യക്തമായിട്ട് പറയാണ്, നീ സേവിക്കുന്ന ദൈവം നീ ചിന്തിക്കുന്നതിനേക്കാളും അധികമാണെന്ന് ദൈവത്തിനാത്മാ വ്യക്തമാക്കുന്നത്. അതനുസരിച്ച് നീ പൂർണ്ണ രൂപത്തിൽ വീണ്ടും ആ ദൈവത്തിന് രുചിച്ചറിയാവുന്ന സാവകാശങ്ങൾ ഒരുക്കുമ്പോൾ ഏറ്റെടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് നിന്റെ വിശ്വാസമാകുന്ന പടക് ആ വല വ്യക്തമായിട്ട് വീശുകയാണെങ്കിൽ നിറപ്പാൻ ശക്തനാണെന്ന് ദൈവത്തിനാത്മാ വ്യക്തമായിട്ട് ദാസന. ആമേൻ, ആമേൻ. അപ്പൊ എങ്ങനെയാ വീശാൻ പോകുന്നത്? എല്ലാവരും ചിന്തിച്ചില്ല. ആ ഒരു വലയ്ക്ക് വലുപ്പമൊക്കെ കൂട്ടിയാൽ കുറച്ചുകൂടെ നൂലൊക്കെ വെച്ചൊന്ന് കെട്ടിയൊന്ന് നീട്ടി വന്നാലാണ്. അപ്പൊ എന്ത് കിട്ടുമെന്ന വലയില്? എന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മളെ കണ്ടുപിടിച്ചിരിക്കുന്നത്, നമ്മളെ തെരഞ്ഞെടുപ്പിക്കാൻ അതിനുവേണ്ടിയാണ്. നമ്മുടെ വല വീശുകയാണെങ്കിൽ ആ വലയിൽ നിറപ്പാൻ ശക്തനാണെന്ന് ദൈവം. ഒരാത്മാവിനെ നേടുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നതാണ്. അപ്പൊ അവിടുത്തെ പുസ്തകത്തിൽ പേരിങ്ങനെ ആദ്യം മറ്റേ നോർമൽ പെൻസിലിൽ പേര് എഴുതി, രണ്ടാമത്തെ ഒരു ആത്മാവ് വരുമ്പോ HP എന്ന് പറഞ്ഞിട്ട് ആ പെൻസിൽ എഴുതി, മൂന്നാമത്തെ ഒരു ആത്മാവ് വരുമ്പോ എന്താ പെണ്ണ് കൊണ്ട് എഴുതി, നാലാമത്തെ ആത്മാവ് കയറുമ്പോ എന്ത് ചെയ്യും? പെണ്ണ് ലീക്കാവാത്ത ഇങ്കൊണ്ടല്ലേ അത് വെച്ച് എഴുതി, അഞ്ചാമത്തെ ആത്മാവ് കയറുമ്പോ മാർക്കർ ഇങ്ക് വെച്ച് എഴുതി. നമ്മുടെ കോടീശ്വരന്റെ പ്രോഗ്രാം ടിവിയിലാണ്. ഞാൻ ഇത് പണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്റെ ബിസിനസ് ഞാൻ ആദ്യം ഒരു TV വാങ്ങിച്ചപ്പോ ബോധം കിട്ടും. അത് വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്.
ഞാൻ അപ്പോഴും ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ GM ആയിട്ട് ജോലി ചെയ്യുന്നു. കമ്പനി ഒരു വീടെടുത്ത് തന്നു തീർന്നപ്പോൾ ആ വീട്ടിനെ അലങ്കരിക്കാൻ വേണ്ടി എനിക്ക് TV ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മിസ്സസ്, ഞാൻ അതിൽ വരുന്നുണ്ട്, മിസ്സസ് ഉടനെ പറഞ്ഞെന്നാണ്, അയ്യോ നമ്മുടെ ദൈവമക്കൾ TV ഒന്നും കാണത്തില്ല. എന്നാലും എനിക്ക് TV വാങ്ങിക്കാൻ പറ്റും. ഞാൻ എന്തായാലും അത് ഓവർടേക്ക് ചെയ്തിട്ട് TV വാങ്ങിച്ചിട്ട് വന്നപ്പോൾ പോന്നിട്ട് അവസാനം പിന്നെ ഞാൻ എന്തൊരു മിസ്സസ് പ്രാർത്ഥിക്കാൻ വൈകുന്നേരം പ്രാർത്ഥന ഇന്ന വീട്ടിൽ നിന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. ഓഫീസിൽ നിന്ന് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ഓടി വരും. എന്നിട്ട് മിസ്സസ് റെഡിയായോ നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോവാം. ഞാൻ പോവാം. എന്റെ നോട്ടം എന്താ പറഞ്ഞത്, പ്രാർത്ഥന അല്ല ആ വീട്ടിൽ TV ഉണ്ടോ. പക്ഷെ പോയ വീട്ടിലെല്ലാം TV ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് ആ വീട്ടിൽ TV കണ്ടോന്ന് ചോദിച്ചു. അതില്ലായിരുന്നു. ഞാൻ പറഞ്ഞു ഹാളിലല്ല, അതിന്റെ അടുത്ത ഡൈനിങ് ടേബിളിന്റെ ഇപ്പുറത്ത് ഒരു TV ഉണ്ടായിരുന്നു. അത് ഞാൻ കണ്ടില്ല. നാളെ പോകുന്ന മുമ്പ് തന്നെ വിളിച്ചു ചോദിച്ചു, അതിന്റെ ഇവിടെ TV ഉണ്ടോ? വെറുതെ ചോദിച്ചത്. അപ്പൊ TVയിലല്ല കാര്യം. പിന്നീട് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് എന്താണ്, അത് എല്ലാവരും പറഞ്ഞെന്താണ്, എല്ലാവരും അല്ല ശുശ്രൂഷന്മാർ പറഞ്ഞു, TV കാണുമ്പോൾ വൃത്തികേടെല്ലാം കാണും, അതെല്ലാം കാണും. അവസാനം TV ഉള്ളത് പറഞ്ഞെന്താണ്, വാർത്ത കേൾക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് അത് പരിപാടി കൊള്ളാതെ വാർത്തയ്ക്ക് വേണ്ടി മാത്രം TV. ഞാൻ വാർത്ത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ വാർത്ത എന്താ പറയുന്നത്, വാർത്തകൾ കേട്ടോണ്ടിരുന്നത്, ഇപ്പം വലിയ വാർത്ത കേട്ടോണ്ടിരിക്കും. അവസാനം വാർത്ത തീരുമ്പോൾ ഇതിനിടയിൽ പരസ്യം വരുമല്ലോ. അപ്പൊ എന്നെ കണ്ടത്, കാരണം അത് കാണാൻ പറ്റുന്ന കാര്യമല്ല, കണ്ണടച്ചു. ആ പരസ്യം തീർന്നല്ല നോക്കണം, പിന്നെയും തീർന്നില്ല. പക്ഷെ ഇത് രണ്ടും കണ്ടില്ലെങ്കിൽ ചെവിയിൽ കേട്ടോണ്ടിരിക്കുകയാണ് സംഭവം. എന്ത് എനിക്കറിയണം. വചനം പറയുന്നത് എന്താണ്, ദൈവമക്കൾ വിശുദ്ധം ഉള്ളവരാണ്. പരിജ്ഞാനക്കേട് കൊണ്ട് എന്റെ ജനം നശിച്ചു പോകണമെന്നാണ്. ഇതൊന്നും വചനം ഇവരൊന്നും വായിക്കുന്നില്ല. കമ്പ്യൂട്ടർ ഇറങ്ങിയ സമയത്ത് പിന്നെ ശുശ്രൂഷ വിളിക്കാതായിരുന്നു, അത് പിശാചാണ് ശുശ്രൂഷ. ഇപ്പൊ അവരുടെ മക്കൾ സ്കൂളിൽ വന്നത്, സ്കൂളിൽ എന്റെ ചെറുമോള് ഇപ്പൊ 6 years ആയി grade 3-ലോട്ട് നിൽക്കുന്നു. അവിടെ ഇപ്പൊ സ്കൂൾ തുടങ്ങിയിരുന്നപ്പോ അവർ പറയുന്നത് പ്രിപ്പയർ ചെയ്യണം, വീട്ടില് ടാബ് വാങ്ങിക്കണം, നോട്ട്ബുക്ക് വാങ്ങിക്കണം, ഇനി പുസ്തകം ഇല്ല അടുത്ത വർഷം മുതൽ. പിള്ളേർ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ടാബും കൊണ്ട് ക്ലാസ്സിൽ വരണം. എന്നിട്ട് ടീച്ചർമാർ പഠിപ്പിക്കത്തില്ല. ആപ്പിൾ ടീച്ചർ അത് എന്താണ് സാധനം, സെർച്ച് എന്ന് വെച്ചാൽ ഇതിന് സെർച്ച് ചെയ്യണം. അപ്പൊ സെർച്ച് എന്ന് പറഞ്ഞാൽ വാക്കും എടുത്ത് ഏക്ക് പരം വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് തീരുന്നാൽ അവസാനം വേറെ എന്തെങ്കിലുമൊക്കെ കാണാം. പിള്ളേർ എന്താ ലോകത്തിൽ. അപ്പോൾ നമ്മൾ ഈ പറയുന്നവർ പറയുമോ അതൊന്നും പറ്റത്തില്ല, അതിനെന്താ കുഴപ്പമൊന്നുമില്ല. മക്കളെ കർത്താവ് എന്ന മണ്ണ് വളർത്തിയ തെറ്റ് കണ്ടെത്തിയിരുന്ന അവർ ഓട്ടോമാറ്റിക്കലി അത് ഡെലിറ്റ് ചെയ്യും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും. നല്ലത് മാത്രം മക്കളെ നേരെ ചെവ ചൊല്ലി വളർത്തിയില്ലെങ്കിൽ തെറ്റിപ്പോയി. ഞാൻ നാട്ടിലൊരു പ്രോഗ്രാം നടത്തി. 153 ഗായകരെ ഒരുമിച്ച് സ്റ്റേജിൽ നിർത്തിക്കൊണ്ട് 17 ഇൻസ്ട്രുമെന്റുമായിട്ട് ഒരു മ്യൂസിക്കൽ ഈവനിങ് നടത്തി. നമ്മുടെ പ്രൈസ് ആൻഡ് വർഷിപ്പ് സോങ്, പുതിയ പാട്ടുകൾ, പുതിയ മ്യൂസിക്, പുതിയ പ്രോഗ്രാം, അതൊക്കെ യൂട്യൂബിലും അങ്ങനെയൊക്കെ കിടപ്പുണ്ട്. 2007 4 മാസം എടുത്ത് അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. അത് പ്രാക്ടീസ് ചെയ്ത് വേണ്ടി ഞാൻ എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ പുറത്തുള്ളവരെയാണ് ഞാൻ വിളിച്ചത്. കാരണം എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള പാട്ടുകാരന്മാരെല്ലാം എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരുടെ അടുത്ത് ഞാൻ പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം എനിക്ക് നടക്കുമ്പോൾ ഒരു പുതിയ പാട്ടുകളൊക്കെ റെഡിയാക്കണം എന്ന് പറഞ്ഞാൽ അവർ അവരുടെ ഈഗോയും സ്റ്റൈലും വെച്ചിട്ട് എനിക്ക് എൻ്റെ അടുത്ത് പറയും. എനിക്ക് പക്ഷെ അത് താല്പര്യം. വചനം പറയുന്നത് എന്താണ്, പുതിയ പാട്ടുകൾ പാടി എന്റെ ദൈവത്തിനെ സ്തുതി. അപ്പൊ ദൈവത്തിനെ സ്തുതിപ്പിക്കാനാണ് പാടാൻ പറഞ്ഞത്, മനുഷ്യനെ സ്തുതിപ്പിക്കാനല്ല. ഒരിക്കൽ ഞാൻ വീട്ടില് രാവിലെ എനിക്ക് ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ എന്റെ മിസ്സസ് പാ കൊണ്ട് നടത്തിയിട്ട് വാഷ് ബേസിൻ അതിൻ്റെ അടുത്ത് പാ കൊണ്ട് വെച്ചു. ഞാൻ ഷെയ്ക്ക് ചെയ്തോണ്ടിരിക്കണം, ഓഫീസിൽ പോകണം. അവിടെ ഉപവാസം ആയതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഒരു പാട്ട് കൊടുക്കും. അപ്പൊ ഉപവാസം എന്ന് വെച്ചാൽ എന്താണ്, ദൈവത്തോട് വസിപ്പിക്കും, ദൈവത്തിൽ നിന്ന് അടുക്കണം, ദൈവത്തിനെ പോയി കെട്ടിപ്പിടിക്കണം, വിടരുത്. നമ്മുടെ വിഷയമായിട്ട് നമ്മൾ ചെന്നിരിക്കുകയാണ്, അത് തന്നു കഴിഞ്ഞാൽ പോകുള്ളൂ. അതാണ് എന്റെ ഉപവാസം. ആണോ? അയ്യോ അങ്ങനെയാണ് അല്ലേ?
പക്ഷെ ഇവിടെ നമ്മൾ ഉപവാസം നടത്തിയിട്ട് ലോക കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപവസിക്കുന്നത്. പക്ഷെ വചനം പറയുന്നത് ജാതികൾ വിട്ടുപോകാനുള്ള ഉപവാസം. എന്താ എന്റെ സബ്ജക്ട് അതെ. അപ്പൊ ഈ ഉപവാസത്തിനിടയിൽ നിന്നപ്പോ എന്റെ മിസ്സസ് പാടിയത് എന്താണ്? ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ഇടവിടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ഈ പാട്ടാണ് തുടങ്ങി. നിർത്ത്. ഉപവാസം എന്ന് വെച്ചാൽ ഉപവസിക്കുക, ദൈവത്തിനടുത്ത്. എന്നിട്ട് ആ ദൈവത്തിന് പറയുന്നതാണ്, ദൈവമേ ഉപവസിക്കണം, ദൈവമേ പ്രാർത്ഥിക്കണം, ഇടപെടാതെ സ്തോത്രത്തിൽ ജാഗരിക്കണം. ആരൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന പോലും മനസ്സിലാവുന്നുണ്ട്. ചില ലിറിക്സ് ഒക്കെ ജനത്തിന് ആഹ്വാനം ചെയ്യുന്ന ലിറിക്സ് എഴുതിയിട്ട് പാട്ടുകൾ പാടുന്ന ഇൻഫോർമേറ്റീവ് പാട്ടുകളും കാര്യങ്ങളൊക്കെ ആണ്. ചിലത് എന്ത് നെഗറ്റീവ് വന്നാലും ഞാൻ വിടത്തില്ല. അവസാനം പാട്ട് തീർന്നു കഴിയുമ്പോ സിസ്റ്റർ എങ്ങനെ ഇരിക്കുന്നു? അല്പം മുമ്പ് പാടിയിരുന്ന ഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ മടങ്ങി വരാം. വലതു ഭാഗത്ത് വല വിഷയം പറഞ്ഞിരുന്ന കൃത്യമായിട്ട് വലതു ഭാഗത്ത് വല വിഷയമാണെങ്കിൽ വിടുതലെന്ന് ദൈവത്തിനാത്മാ വ്യക്തമാക്കുന്നത്. ഗ്രഹിച്ചവർക്കൊന്ന് ശ്രദ്ധിക്കാമോ? ഒരിക്കൽ കൂടെ ശ്രദ്ധിക്കാമോ? നിങ്ങളുടെ അളവിന് ഒത്തവണ്ണം വല വീശിയാണെങ്കിൽ നിറപ്പാൻ ശക്തനാണെന്ന് ദൈവത്തിനാത്മാ വ്യക്തമാക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക്, പ്രാർത്ഥന താല്പര്യമുള്ളവർക്ക് ഒന്ന് എണീറ്റ് നിൽക്കാമോ? പ്ലീസ് പ്രാർത്ഥന താല്പര്യമുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കാം. സമയം കുറവുകൊണ്ട് ഇൻഡിവിജ്വലായിട്ട് പ്രാർത്ഥിക്കുന്നില്ല. സ്വർഗ്ഗസ്ഥനായ പിതാവേ, കർത്താവിന്റെ സന്നിധിയിലേക്ക് പൂർണ്ണ രൂപത്തിലായിരുന്നു. ഒരു ദുഷ്ടന്റെ പ്രവൃത്തി കടന്നു വരാത്തത്, ഒരു ദുഷ്ടന്റെ പ്ലാനും കടന്നു വരാത്തത്, അതിലൊന്നും വിടാത്ത വിധത്തിൽ അവരെ പൂർണ്ണ രൂപത്തിൽ സ്വതന്ത്രത്തോടുകൂടി കർത്താവിന്റെ ഹിതമനുസരിച്ച് മുമ്പോട്ട് പോകാനുള്ള സാവകാശം കൃപയിൽ കൊടുത്തു മാറുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഒരു ദുഷ്ടന്റെ പോരാട്ടം കടന്നു വരാത്ത വിധത്തിൽ വെട്ടുപോകാൻ കൽപ്പിക്കുമാറുന്നു. Let them feel you. Let them taste you, Jesus. This is you, not me. This is not the church. It's you who's going to touch them. Yes, Jesus. Allow them to taste you. Allow them to look at your face, not to the world. Amen. Bless them. Bless them, Jesus. Bless their families. Bless their children. Bless their church. Wherever they go, your blessing has to follow them. Be with them, Jesus. In Jesus' name, I pray. Amen. Amen. ദൈവത്തിനാത്മാവ് ഇങ്ങനെയുള്ള അവസരം സുഖിപ്പിക്കാൻ ദൈവത്തെ ശ്രമിച്ചുകൊണ്ട് കർത്താവ് സമയം ദൈവത്തിനോട് സ്തോത്രം ചെയ്യുന്ന കർത്താവദാസനെന്ന് ചെറിയ മെസ്സേജ് കേൾപ്പാൻ ദൈവമായി കർത്താവ് സഹായിച്ചു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അളക്കുന്ന അളവിനാൽ ലഭിപ്പാനിടയാക്കി നിൽക്കുന്നു. നമ്മുടെ വലയുടെ വലുപ്പം എത്രത്തോളം ഉണ്ട് അത്രത്തോളം ദൈവത്തിന് തരുവാൻ പറ്റത്തുള്ളത് കേൾക്കുവാനിടയാക്കി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് നമ്മുടെ ദിവസം ദൈവത്തിലേക്ക് നിൽക്കാം. കർത്താവദാസനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. സഭയുടെ പേരിൽ ദൈവമായി സംസാരിപ്പാൻ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു പോകുന്നവർക്കെയും വലിയ വിഷയമായി തീരുവാൻ അനേകരെ ക്രിസ്തുവിൽ അതിലെങ്ങനെ ദൈവകൃപ ധാരാളമായി പകരേണ്ടതിന് പ്രാർത്ഥിക്കാം. ഒരു പാട്ടോടെ പാടി ദൈവത്തെ ആരാധിച്ച് നമുക്ക് ഒരുമിച്ച് കടന്നു പോകാം.